നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെ സുധാകരന്റെ പിന്തുണ പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. സുധാകരനും ചെന്നിത്തലയും VD സതീശനുമെല്ലാം തന്റെ നേതാക്കളെന്ന് രാഹുൽ. നേതാക്കൾ ആവശ്യപ്പെട്ടത് സസ്പെൻഷനിലായ സാഹചര്യത്തിൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന്. ഇപ്പോൾ പ്രചരണം നടത്തുന്നത് തന്നെ MLA ആക്കാൻ അധ്വാനിച്ചവർക്ക് വേണ്ടിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. വരന്തിരപ്പിള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ കേസെടുത്തത് മാട്ടുമല മാക്കോത്ത് ഷാരൂണിനും മാതാവിനുമെതിരെ. മാപ്രാണത സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ കല്ലേറ്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് CITU. ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ തൊഴിലാളി ധർണ. സമരം CITU ഡിവിഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ. വാർത്തകൾ വിശദമായി. കെ സുധാകരന്റെ പിന്തുണ പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. സുധാകരനും ചെന്നിത്തലയും VD സതീശനുമെല്ലാം എൻ്റെ നേതാക്കളാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സസ്പെൻഷനിലായ സാഹചര്യത്തിൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുതെന്നാണ് നേതാക്കൾ പറഞ്ഞത്. അത് അനുസരിക്കുന്നുണ്ട്. ഇപ്പോൾ നടത്തുന്നത് തന്നെ MLA ആക്കാൻ അധ്വാനിച്ചവർക്കുള്ള പ്രചരണമാണ്. കാൽകുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം പ്രചരണത്തിന് ഇറങ്ങുമെന്നും രാഹുൽ പറഞ്ഞു. സുധാകരേട്ടൻ എൻ്റെ നേതാവാണ്, ശ്രീ KC വേണുഗോപാൽ എൻ്റെ നേതാവാണ്, ശ്രീ രമേശ് ചെന്നിത്തല എൻ്റെ നേതാവാണ്, ശ്രീ VD സതീശൻ്റെ നേതാവാണ്, ശ്രീ സണ്ണി ജോസഫ് എൻ്റെ നേതാവാണ്. ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ്. അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ. നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല. ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവർ പറയുന്ന ഒപ്പീനിയനിൽ എനിക്ക് ഡിഫറൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നം. അല്ല, ഈ സുധാകരൻ പിന്തുണച്ചു, പക്ഷേ ചെന്നിത്തല മാറി നിൽക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ല, ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നുണ്ട്. നേതാക്കന്മാർ പറയുന്ന എന്താണ്, അത് ഞാനും ചെയ്തിട്ടില്ലല്ലോ. നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത്. ഇതുപോലുള്ള ഇപ്പോൾ ബഷീർക്കെ പോലുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത മനുഷ്യന്മാർ അവരുടെ തെരഞ്ഞെടുപ്പിൽ വീടാന്തരം കയറി പ്രചരണം നടത്തണമെന്ന് പല MLA എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടുന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു പദവി കിട്ടിയിട്ട് വീട് കയറി തുടങ്ങിയ ആളല്ല. എനിക്ക് വോട്ടില്ലാത്ത കാലത്ത് വീട് കയറി തുടങ്ങിയ ആളാണ്. ആ ശീലം എനിക്ക് 2 കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേയിരിക്കും. ആ വിഷയത്തെ പറ്റിയിട്ടല്ലല്ലോ നേതാക്കന്മാർ. പഴയന്നൂർ ലക്കിടി പ്രധാന പാതയിൽ വടക്കേത്തറ NSS സ്കൂളിന് സമീപം KSRTC ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. വടക്കുംചേരിയിൽ ഡിപ്പോയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൂട്ടിയിടിയിൽ ബസിന്റെ മുൻഭാഗം തകർന്ന നിലയിലാണ്. അപകടം നടന്നയുടൻ യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കി. സംഭവത്തെ തുടർന്ന് ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവർക്കും വിജയാശംസകൾ നേർന്ന് K രാധാകൃഷ്ണൻ MPയും UR പ്രദീപ് MLAയും. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി കുളമ്പുമുക്കിൽ നടന്ന സ്വകാര്യ പരിപാടിക്ക് എത്തിയതായിരുന്നു MPയും MLAയും. വിവിധ സ്ഥാനാർത്ഥികളാണ് MPയുടെയും MLAയുടെയും ആശീർവാദം ഏറ്റുവാങ്ങാൻ എത്തിയത്. വള്ളത്തോൾ നഗർ ബ്ലോക്ക് ഡിവിഷൻ പഴയന്നൂർ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി OU ബഷീർ, 7ാം വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി PA അബ്ദുൽ കബീർ, 6ാം വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബീന രവി, 7ാം വാർഡിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KP കുഞ്ഞാലൻ, LDF സ്ഥാനാർത്ഥിയായി വള്ളത്തോൾ നഗർ ഡിവിഷനിൽ നിന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന VM ബുഷറ ടീച്ചർ എന്നിവരടങ്ങുന്ന സ്ഥാനാർത്ഥികളാണ് MPയുടെയും MLAയുടെയും അനുഗ്രഹം വാങ്ങാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ വരന്തരപ്പിള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ കേസ്. മാട്ടുമല മാക്കോത്ത് വീട്ടിൽ ഷാരൂണിനും മാതാവിനുമെതിരെയാണ് കേസെടുത്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് വരന്തിരപ്പിള്ളി പോലീസ് കേസെടുത്തത്. മരിച്ച അർച്ചനയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് നടപടി. അത്രയും ക്രൂര മനസ്സാവില്ലേ, ഞാൻ പരാതി കൊടുത്തിരുന്നു. പക്ഷേ ഞാൻ എന്നിട്ട് നമ്മളെ മക്കൾ ഇവിടെ കൂടി കാരണം ചെയ്യാൻ പറ്റില്ല. ഞാൻ ജോലി ചെയ്യാനായിട്ട് ചെന്നൈക്ക് വീട്ടിലാണ് ഇന്റേൺഷിപ്പ് കിട്ടിയിട്ട് അവളെ ചെന്നൈയിൽ പഠിക്കാൻ 6 മാസം ഇതിൽ പോയിട്ട് ഇതാക്കിയിരുന്നു. അതിന് പോയിട്ട് അവിടെ നിന്ന് അതിൻ്റെ ആലോചിച്ച് തികച്ചിട്ടില്ല. അതുകൊണ്ടപ്പോഴാണ് ഇത് കൊടുത്തത്.
ഇങ്ങനെ പോയി പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകാനായിട്ട് പോയത്. അത് അമ്മയും മക്കളും കൂടി പോയിട്ട് അവിടെ നിന്ന് പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ ഈ പോയതിന് ശേഷം ഇവരെ ജീവിച്ചോട്ടെ വെച്ചിട്ട് സർട്ടിഫിക്കറ്റൊക്കെ ഇവിടെ വെച്ചിട്ട് അവള് പോയി. സർട്ടിഫിക്കറ്റുകളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോയത്. അതൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തു. നന്നായിക്കോട്ടെ, ജോലി ജീവിച്ചോട്ടെ. അർച്ചന ഭർത്താവിൻ്റെ വീട്ടിൽ നിരന്തരം ശാരീരിക പീഡനം ഉൾപ്പെടെ നേരിട്ടിരുന്നതായി പരാതിയിൽ പറയുന്നു. 20 വയസ്സുകാരിയായ അർച്ചനയെ ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഭർത്തൃവീടിന് സമീപം തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 6 മാസം മുമ്പാണ് ഷാരോണും അർച്ചനയും പ്രണയിച്ച് വിവാഹിതരായത്. പെയിൻറ്റിംഗ് തൊഴിലാളിയായ ഷാരോൺ മുമ്പ് കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്നു. യുവതിയുമായി ഇയാൾ നിരന്തരം വഴക്കുണ്ടാക്കിയിരുന്നതായും ഭാര്യയെ സംശയിച്ചിരുന്നതായും ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഷാരോണിനെയും അമ്മയെയും രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവസ്ഥലത്ത് ഫോറൻസിക് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പും വിശദ പരിശോധനയും നടന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും വരന്തിരപ്പള്ളി പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് CITU ആവശ്യമുന്നയിച്ച് ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ CITU ഡിവിഷൻ കമ്മിറ്റി ധർണ നടത്തി. CITU പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾ അനുഭവിക്കുന്ന ചൂഷണത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പോരാട്ട സമരം നടത്തിയതിന്റെ കൂടി ഭാഗമാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ രാജ്യത്ത് നിരവധിയായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെല്ലാം രൂപീകരിക്കേണ്ട സാഹചര്യം വന്നത്. അങ്ങനെ നടത്തിയ പോരാട്ടത്തിന്റെ അടിസ്ഥാനത്തിലും പിന്നീട് രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മുടെ രാജ്യം ദീർഘകാലം ഭരിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളെല്ലാം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് തൊഴിലാളികൾക്ക് ഇന്ന് കാണുന്ന ആനുകൂല്യങ്ങൾ കിട്ടിയത്. പക്ഷേ ഇന്ന് തൊഴിലാളികളെ വീണ്ടും രാജ്യത്ത് നേരത്തെ ഉണ്ടായതുപോലെ തന്നെ അടിമ തുല്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു സമീപനമാണ് രാജ്യത്ത് BJP നേതൃത്വത്തിലുള്ള യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം KR വിജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, CPM ലോക്കൽ സെക്രട്ടറി MIA റസാക്ക, ഒറ്റപ്പാലം മുനിസിപ്പൽ കോർഡിനേഷൻ കൺവീനർ KV സന്തോഷ്, APM റഷീദ്, PA രാമൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാപ്രാണത്ത് സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ കല്ലേറ്. ബുധനാഴ്ച രാത്രി 9:30 തളിയക്കോണം ചകിരി കമ്പനിക്ക് സമീപമാണ് സംഭവം. ഇരിങ്ങാലക്കുട നഗരസഭ 41-ാം വാർഡ് LDF സ്ഥാനാർത്ഥി പാണപ്പറമ്പിൽ വിമി ബിജേഷിൻ്റെ വീടിന് നേരെയാണ് കല്ലേറുണ്ടായത്. വിമി തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി പുറത്തുപോയിരുന്നു. ഭർത്താവ് ബിജേഷ് വിദേശത്താണ്. വയോധികയായ അമ്മയും 2 മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കല്ലേറിനെ തുടർന്ന് അമ്മയും മക്കളും ഭയചകിതരാവുകയും ഉടൻ വിമിയെ ഫോണിൽ ബന്ധപ്പെടുകയുമായിരുന്നു. നാട്ടുകാർ സ്ഥലത്തെത്തി പോലീസിൽ വിവരമറിയിച്ചു. ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. സർക്കാർ കലോത്സവ വേദികളിൽ സ്വകാര്യ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് അവസരം നൽകണമെന്ന അഭ്യർത്ഥന അധികാരികൾ അംഗീകരിക്കാത്തത് ഖേദകരമെന്ന് കേരള പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ. സ്വകാര്യ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ കലാ അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നതുകൊണ്ടാണ് പ്രൈവറ്റ് സ്കൂൾ കലോത്സവം നടത്തുന്നതെന്ന് കലോത്സവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പാലക്കാട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. സർക്കാർ വിദ്യാലയങ്ങളിൽ അവസരം ലഭിക്കാത്ത വിദ്യാർത്ഥികളാണ് സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്നത്. സർക്കാർ എയ്ഡഡ് മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന യാതൊരു ആനുകൂല്യവും സ്വകാര്യ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല. തരങ്കിണി എന്ന പേരിൽ ശനിയാഴ്ച ടോപ്പൻ ടൗണിലും സമീപത്തെ KHM സ്കൂളിലുമായാണ് 5 വേദികൾ ഒരുക്കിയിരിക്കുന്നത്. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ 600 വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പങ്കെടുക്കുന്നുണ്ട് 600ഓളം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിലായിട്ട് 3 കാറ്റഗറിയായിട്ട് KG, LP, UP എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് 3 വിഭാഗങ്ങളായിട്ട് നടത്തുകയാണ്. ഇതിൽ ഞങ്ങളുടെ സംഘടനയിലുള്ള ഭൂരിപക്ഷം സ്കൂളുകളും 7ാം ക്ലാസ് വരെ തന്നെയാണ് നടത്തുന്നത്. കുറേ സ്കൂൾസ് 4ാം ക്ലാസ് വരെയുള്ളൂ. കുറച്ച് സ്കൂളുകൾ KG മാത്രം നടത്തുന്ന സ്കൂൾ, അപൂർവം സ്കൂളുകളുണ്ട്. അവരെല്ലാവരുടെയും ഒരു കൂടെ കയ്യിൽ കൊണ്ടുവന്നുകൊണ്ട് അവർക്കുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. ഇതിന് സർക്കാർ തലത്തിലുള്ള യാതൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് സർക്കാർ തലത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാനോ കഴിയാത്തൊരു സാഹചര്യത്തിലാണ്
AKPS ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാമ്പത്തികമായിട്ടും അതിൻ്റെ സംഘാടകത്വവുമായി ബന്ധപ്പെട്ട് ധാരാളം പരിമിതികൾ, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് ചെറിയ തോതിലാണെങ്കിലും ഇത്തരം വിദ്യാർത്ഥികൾക്കുള്ള ഒരു അവസരം ഞങ്ങൾ ഒരുക്കുകയാണ്. ഈ കലാ മത്സരങ്ങളിൽ അവർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ ഒരുക്കുകയാണ്. സെക്രട്ടറി ജയപ്രകാശ് കുഴൽമന്ദം, പ്രസിഡന്റ് MV കൃഷ്ണൻകുട്ടി, കോർഡിനേറ്റർമാരായ ശാന്തി നായർ, അബ്ദുൽ ഖാദർ, R സുനിത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്തിരിപ്പാല കോങ്ങാട് റോഡിൽ നഗരിപ്പുറം പേട്ട സ്റ്റോപ്പിന് സമീപത്തെ ദ്രവിച്ച തെങ്ങ് അപകട ഭീഷണി ഉയർത്തുന്നു. നിരവധി യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലമാണ് ഇത്. സമീപത്ത് ചെറിയ തട്ടുകടകളും ഉണ്ട്. നിരവധി വാഹനങ്ങൾ സർവീസ് നടത്തുന്നതും സമീപത്തു കൂടിയാണ്. തെങ്ങിൻ്റെ നടുഭാഗം ദ്രവിച്ച അവസ്ഥയിലാണ്. ശക്തമായ കാറ്റടിച്ചാൽ തെങ്ങ് മുറിഞ്ഞ് വൈദ്യുതി ലൈനിലേക്ക് വീഴാൻ സാധ്യത ഏറെയാണ്. പാത വക്കത്തായതിനാൽ അപകട സാധ്യതയും ഇരട്ടിയാണ്. മദ്രസ വിദ്യാർത്ഥികളടക്കം ഇതിന് സമീപത്തുകൂടെയാണ് കടന്നുപോകുന്നത്. സമീപത്തെ മറ്റു മരക്കൊമ്പുകളെല്ലാം വെട്ടിമാറ്റിയെങ്കിലും അപകട ഭീഷണി ഉയർത്തുന്ന തെങ്ങ് വെട്ടിമാറ്റാൻ പൊതുമരാമത്ത് നടപടിയെടുത്തതില്ലെന്നും യാത്രക്കാർ പരാതിപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാങ്കുറിശി ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. കൂനമ്പിള്ളി ശ്രീരാം നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഡിസംബർ 3 സപ്താഹയജ്ഞം സമാപിക്കും. വൈകിട്ട് താലവും വാദ്യമേളവുമായി ആചാര്യന്മാരെ യജ്ഞവേദിയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് മേൽശാന്തി ലക്ഷ്മി പ്രസാദ് ശുക്ല ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് മഹാത്മ്യ പ്രഭാഷണം ഉണ്ടായിരുന്നു. പിന്നെന്താ, പിന്നെ പരീക്ഷത്തും ശ്രീശുഖനൊക്കെ വരും. പിന്നെ ഓരോ ദിവസമാകുമ്പോൾ വരാഹാവതാരം, ഭദ്രകാളി പ്രാദുർഭാവവും നരസിംഹാവതാരമൊക്കെ ഉണ്ടാവും. കൃഷ്ണാവതാരം ഉണ്ടാവും. കൃഷ്ണനെ കംസനെ കൊല്ലാൻ പറ്റിയില്ല എന്നൊന്നും ഞാൻ പറയില്ല. രുക്മിണിയെ കല്യാണം കഴിക്കണത് കൃഷ്ണൻ വിചാരിച്ചു, പക്ഷെ അവിടുന്ന് കൊണ്ടുവരാൻ പറ്റാണ്ട് തോറ്റുപോയി, അങ്ങനെയൊന്നും പറയേണ്ടി വരില്ല. കുചേലൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോ പഴയ കുടിൽ തന്നെയായിരുന്നു എന്നും പറയേണ്ടി വരില്ല. എല്ലാം പഴയ തന്നെ, മാറ്റൊന്നും. വൈകിട്ടുള്ള ദിവസങ്ങളിൽ രാത്രി വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ഉച്ചയ്ക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 4 കാർത്തിക വിളക്ക് മഹോത്സവവും നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ സുധാകരന്റെ പിന്തുണ, പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. സുധാകരനും ചെന്നിത്തലയും VD സതീശനുമെല്ലാം തന്റെ നേതാക്കളെന്ന് രാഹുൽ. നേതാക്കൾ ആവശ്യപ്പെട്ടത് സസ്പെൻഷനിലായ സാഹചര്യത്തിൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന്. ഇപ്പോൾ പ്രചരണം നടത്തുന്നത് തന്നെ MLA ആക്കാൻ അധ്വാനിച്ചവർക്ക് വേണ്ടിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. വരന്തിരപ്പിള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ കേസെടുത്തത് മാട്ടുമല മാക്കോത്ത് ഷാരൂണിനും മാതാവിനുമെതിരെ. മാപ്രാണത്ത് സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ കല്ലേറ്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് CITU. ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ തൊഴിലാളി ധർണ. സമരം CITU ഡിവിഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.